എനിക്ക് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വന്നു. സാർ, ആ പെൺകുട്ടി ദേഹത്ത് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു. കാക്കി ഉടുപ്പിട്ട് നമ്മളെ വിട്ടിരിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കാൻ. പക്ഷേ അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി. എറണാകുളത്ത് വെച്ചൊരു സംഭവം ഉണ്ടായി. ഗ്യാസ് സിലിണ്ടർ വെച്ചൊരു വാൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. ഞാൻ ചെല്ലുമ്പം ഈ ഗ്യാസ് കയറ്റിയ വണ്ടിയിനകത്തിരുന്നിട്ട് ഈ ബോഡി ശവശരീരം ഉരുകി ഒരു ഫുട്ബോൾ പോലെ ഇത്രയുമായിപ്പോയി. കുറച്ച് മുടിയുണ്ട്, ബാക്കി മാംസം ഉരുകി പോയി. അതാണ് ഒരാൾ. രണ്ടാമത്തെ ആള് 80% പൊള്ളലേറ്റിട്ട് ആശുപത്രി കിടക്കാൻ. ഇതുപോലൊരു നശിച്ച ദുർമരണം വേറെയില്ല. അവരുടെ എല്ലാ അവയവവും വെന്തു പോകും. പിന്നെ മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല, മലവിസർജനമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം എടുക്കാൻ പറ്റത്തില്ല. അത് അപ്പോഴൊന്നും മരിക്കയില്ല. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്ന നിമിഷം വരെ ഈ വേദനയിൽ അവർ ജീവിക്കും. 7 ദിവസം 8 ദിവസം അവിടെ കിടന്ന് ഇൻഫെക്ഷൻ അടിച്ചു. അവളങ്ങനെയാണ് പോയത്. അവളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു വലിയ സങ്കടം കാക്കിയിടുന്നതിൽ എനിക്ക് വളരെ നിരർത്ഥകമാണെന്ന് തോന്നുന്ന ഒരു സംഭവം പോലെ ആയിപ്പോയി. സുനിൽ സാർ, എന്താണ് ഞങ്ങളുടെ ഈ ഓമനപ്പുഴ ബീച്ചിൽ ഷൂട്ട് ചെയ്യാൻ വന്നത്? ഓമനപ്പുഴ കരയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ പോലീസിലെ അനുഭവങ്ങളാണ് പറയാറ്. അപ്പോൾ എല്ലാ തവണയും ഞാൻ പോലീസുകാർ വിജയിച്ച കഥ, കുറ്റവാളികളെ കണ്ടുപിടിച്ച കഥ, ശിക്ഷിപ്പിച്ച കഥ ഒക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ തോറ്റുപോയ ചില കഥകളുമുണ്ട്. വളരെ വികാര തീവ്രമായ പല അനുഭവങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കാക്കിക്കുള്ളിൽ ഇങ്ങനെ അടുക്കി പിടിച്ച് നിൽക്കുമ്പോൾ പലതും ഞങ്ങൾക്ക് പറയാൻ പറ്റാറില്ല. അപ്പോൾ ഈ പൊതുജനങ്ങൾ അറിയാനും അടുത്ത തലമുറയിലെ പോലീസുകാർ അറിയാനും ഒക്കെ ആയിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് കൊണ്ട് കുറേ ഗുണങ്ങളുണ്ടാവും. നാട്ടിലുള്ള പോലീസുകാർക്കും നാട്ടുകാർക്കും പോലീസ് ഇങ്ങനെ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ പറ്റി ഒരു അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. പത്തനംതിട്ട ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണാതെ പോയി. അപ്പോൾ അവിടെ അമ്മയും ആങ്ങളെയും കൂടെ വന്ന് പരാതി പറഞ്ഞു, കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പം അടുത്തുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ആ കുട്ടി വേറൊരു പയ്യനുമായിട്ട് പ്രേമത്തിലായിരുന്നു, അവർ എവിടെയെങ്കിലും ഒളിച്ചോടി പോയതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും പ്രധാന പ്രശ്നം അവർ 2 മതക്കാരാണ്. അപ്പോൾ 2 മതവും വളരെ പ്രമുഖരായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പോലീസ് വളരെ കാര്യമായിട്ട് അന്വേഷിച്ചു. ഇപ്പോൾ അനങ്ങിയാൽ പണ്ട് മുതലേ ഉള്ളതാണ്, ചെറിയ ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫ്ലെയർ അപ്പ് ചെയ്ത് വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ കേസ് അന്വേഷിച്ചു. സുഹൃത്തുക്കളെ ഒക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് അവിടെയെങ്ങും ഇവർ ചെന്നിട്ടില്ല. അവരുടെ ബന്ധുക്കളുടെയൊക്കെ വീടുകൾ അന്വേഷിച്ച് നോക്കി, അവിടെയും ചെന്നിട്ടില്ല. അപ്പോൾ എറണാകുളത്തുള്ള പോലീസ് വളരെ കാര്യമായിട്ട് ഇത് അന്വേഷിക്കുകയും ആ ലോഡ്ജുകളിൽ അന്വേഷിച്ചപ്പോൾ എറണാകുളത്ത് തോപ്പുംപടിയിലെ ഒരു ലോഡ്ജിൽ നിന്ന് ആ പെൺകുട്ടിയെയും ഈ പയ്യനെയും കൂടെ കിട്ടുകയും ചെയ്തു. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് ഞങ്ങൾ കേസ് എടുത്തിരുന്നില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ കേസ് എടുത്തു കഴിഞ്ഞാലേ ഈ ചെക്കൻ ഈ പെണ്ണെ കെട്ടുമെന്ന് അറിയത്തില്ലല്ലോ, കുറച്ച് കഴിയുമ്പം ഇനി അവനെങ്ങാനും ഉപേക്ഷിച്ചിട്ട് പോകണമെങ്കിൽ അതൊരു പ്രശ്നമില്ല, അവളുടെ പിന്നെ കല്യാണം നടക്കാതെ വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് കേസ് എടുക്കല്ലേ സാറേ, പിടിച്ചുകൊണ്ട് വന്നാൽ മതി, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതുകൊണ്ട് ഞങ്ങളിവിടെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഈ കുട്ടി കരച്ചിലാണ്. വെള്ളം കഴിക്കത്തില്ല, ഒരു ഭക്ഷണം കഴിക്കത്തില്ല, അമ്മയുടെ അടുത്ത് പോകത്തില്ല, ആങ്ങളെ കണ്ടാൽ നോക്കത്തില്ല. ഈ ചെക്കൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടിരിക്കാൻ കരഞ്ഞുകൊണ്ട് ഇവനും ഇടക്കിടയ്ക്ക് കരയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ആൾക്കാരൊക്കെ വെച്ച് പറഞ്ഞ് ചെക്കനോട് സംസാരിക്കണം, നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അവനെ അങ്ങോട്ടേക്ക് വിട്ടു. അവർ 1-2 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ തിരിച്ചു വന്നപ്പം എനിക്ക് അവൻ്റെ മുഖത്തൊരു മാറ്റം കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ രണ്ടു കൂട്ടരും കല്യാണത്തിൻ്റെ പ്രായപൂർത്തിയായ ആൾക്കാരാണല്ലോ, രണ്ടുപേരും ചെറിയ വയസ്സാണ്, ജസ്റ്റ് കല്യാണ പ്രായത്തിൽ എത്തിയതേ ഉള്ളൂ, അവർക്ക് പ്രത്യേകിച്ച് ജോലിയില്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും, ഇതൊക്കെയാണ് ചോദ്യം. അവൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളിത് നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല, നീ കെട്ടിക്കോളാം. അപ്പോൾ അവനാകെ വിഷമത്തിലായി. അപ്പോൾ അതിനകത്തുണ്ടായ കുഴപ്പമെന്ന് പറയുന്നത്, ഈ പെൺകുട്ടിക്കും അവനും കൂടെ പോയി ഈ എടുത്തിയാട്ടം കൊണ്ട് പോയെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റും മാർഗമില്ല. 2 വീട്ടുകാരും ഇവളെ തഴയുന്ന അവസ്ഥയായി. ഞാനവനോട് പറഞ്ഞു, നീ എന്തെങ്കിലും വേണം, അവളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും. ഞാൻ കുറച്ച് ആ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ തുടങ്ങി, പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ വിചാരിച്ചു. നീ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് അവളെ നോക്കാൻ നോക്കുന്നു, എൻ്റെ കൂടെ ഇറങ്ങി വിശ്വസിച്ച് വന്നല്ലേ,
ഇനി വഴി കളഞ്ഞിട്ട് പോയാൽ എങ്ങനെയാണ്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സാവകാശം വേണം ചിന്തിക്കാൻ. അപ്പം തന്നെ ഈ പെണ്ണ് കരച്ചിൽ തുടങ്ങി. അവൾ 1-2 പ്രാവശ്യം ഫെയിൻറ്റ് ചെയ്ത് ബോധം കെട്ട് വരും. വെള്ളം കളിച്ച് ഞങ്ങൾ അവിടെ ഇരുത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഇത് എൻ്റെ നാശത്തിൻ്റെ പോക്കാണ്. അപ്പം ഞാൻ ചോദിച്ചു, എത്രയ്ക്ക് വിശ്വാസമില്ലാത്തന്നെ നീ എന്താ പ്രേമിക്കാൻ പോയത്? പറഞ്ഞു, പ്രേമിച്ചു പോയി. ഞാൻ അവൻ പറഞ്ഞ ഇതോട്ട് വിശ്വസിച്ച് പോവുകയും ചെയ്തു. 3-4 ദിവസം ഇപ്പോൾ അവനോട് പോയി താമസിച്ച് വന്നതാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എനിക്ക് നാണം കെട്ടി ജീവിക്കണ്ട. അപ്പം ഞാൻ അറിയാവുന്ന അത്രയും കാലത്തെ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞങ്ങൾ വനിതാ പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഈ പെൺകുട്ടിയെ അവനെ പറഞ്ഞു നോക്കി. എങ്ങനെയെങ്കിലും ഒന്നിച്ച് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ 2 കുടുംബവും വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന്, ഞാൻ കേരളത്തിൽ അങ്ങനെ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ. അവർ 2 കൂട്ടരും ഭയങ്കര അഡമൻ്റായിട്ട് നിന്നു. 2 കൂട്ടരും പിരിഞ്ഞു പോകേണ്ട സ്ഥിതി വന്നു. ഇറങ്ങി അമ്മയുടെയും ആങ്ങളുടെയും കൂടെ പുറത്തോട്ടിറങ്ങി തിരിച്ച് അവൾ കയറി വന്നിട്ട് 1 മിനിറ്റ് ഒന്ന്. അപ്പോൾ ഞാൻ എല്ലാവരും പുറത്തേക്കാൻ പറഞ്ഞു, സാർ ഞാൻ ഇനി ജീവിക്കുന്നില്ല, എനിക്ക് പറ്റാനുള്ളതൊക്കെ പറ്റി, എനിക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഒരുപാട് വിശ്വസിച്ച് ഇറങ്ങിപ്പോയവനാണ്. അവനെ എനിക്ക് തിരിച്ച് കിട്ടാത്തത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് വേറെ ആളെ പറ്റി ചിന്തിക്കാൻ പറ്റും. ഞാൻ അവനെ ഒന്നുകൂടെ വിളിച്ചിടാം, ഇങ്ങനെയൊക്കെ പറയണുണ്ട്. സാറേ എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അവൻ കൈ ഒഴി. ഞാൻ പറഞ്ഞു, ആ പെണ്ണ് പരാതി തന്നാൽ നിനക്കെതിരെ ഞങ്ങൾ എടുക്കാൻ പോകുന്ന കേസ് എന്താണെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. ഒന്ന് പേടിപ്പിച്ചു. പക്ഷേ രക്ഷയില്ല, പോയി. ഞാൻ അവനെ പെണ്ണിൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവളെ സൂക്ഷിച്ചോണം, ഇവള് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവളുടെ മനസ്സിൽ എന്തോ തീരുമാനിച്ച പോലെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധാപൂർവ്വം ആ പെണ്ണെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ഞാൻ അതൊക്കെ കഴിഞ്ഞൊരു 1-1.5 മാസം കഴിഞ്ഞ് ജീപ്പിൽ അവരുടെ സൈഡിൽ കൂടെ പോകുമ്പം എനിക്ക് കാണാം അവരുടെ വീട്. ഇവിടെ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. വണ്ടി ഞാൻ പറയണ പതിയെ സ്ലോയിൽ പോട്ടെ. പതിയെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഞാൻ അവളെ ഒന്ന് നോക്കി. അവൾ എന്നെ ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ എല്ലാം ഉണ്ട്. എനിക്കിങ്ങനെ കാലെന്നൊരു വിറയിൽ വരണ പോലെ തോന്നി. അപ്പം തന്നെ ഒരു ഇൻറ്റ്യൂഷൻ, പെണ്ണെന്തോ ആലോചിച്ചുറച്ച പോലെ. ഞാൻ അവളെ എന്നെ നോക്കുന്നു. നിർവികാരതയാണോ അതോ ഇനി ദേഷ്യമാണോ, അവളുടെ ജീവിതം നശിപ്പിച്ചു കൊടുത്തിട്ട് ഞാനുണ്ടോ എന്നൊരു ചിന്തയാണോ? കൊച്ചു മനസ്സല്ലേ, ഇത് നിയമപരമായിട്ടല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാം അവളുടെ മുഖത്തുണ്ട്. ഞാനിങ്ങനെ വണ്ടി പാസ് ചെയ്ത് കുറച്ചപ്പുറത്ത് ഒരു കടയുടെ ഫ്രണ്ട് ഞാൻ നിർത്തി. അപ്പം തന്നെ സ്റ്റേഷനിൽ വിളിച്ച് ചെക്കൻ്റെ നമ്പർ എടുത്തിട്ട് ഞാൻ അവനെ വിളിച്ചു. അവൻ പുറത്തോടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, പെങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നീ സ്ഥലത്തില്ലല്ലോ. അവൾ എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ മനസ്സിൽ എന്തോ കുഴപ്പങ്ങളുണ്ട്. അവൾ എന്നെ നോക്കിയ നോട്ടം എനിക്ക് അത്രയ്ക്ക് സുഖമായിട്ട് തോന്നിയില്ല. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ച കഷ്ടിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഒരു സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. സാർ, ആ പെൺകുട്ടി ദേഹത്ത് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പഞ്ചായത്ത് മെമ്പറാണ്, അയാളാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവിടെ അമ്മയുടെ കരച്ചിൽ കേൾക്കാം, ചേട്ടൻ്റെ കരച്ചിൽ കേൾക്കാം. അപ്പം ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഫോൺ എടുക്കില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ സമയം കൊണ്ട് അവൾ പെട്ടെന്ന് ഓടി വന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് ദേഹത്ത് വെച്ച് കത്തി. പോകുന്ന സമയത്ത് അവളെ ഡ്രൈവറോട് പറഞ്ഞ് വണ്ടി നിർത്തി എന്നെ ആശുപത്രിയിലാക്കി കഴിയുമ്പം CI സാറിനെ വിളിച്ചിട്ട് ഞാൻ പോവുകയാണെന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. എന്നെ രക്ഷിക്കാൻ സാറിന് പറ്റിയില്ല, എൻ്റെ മാനം രക്ഷിക്കാൻ പറ്റിയില്ല, എൻ്റെ ജീവൻ രക്ഷിക്കാനും പറ്റിയില്ല. അതൊരു വല്ലാത്ത ഒരു നിമിഷമായിപ്പോയി. താക്കി ഉടുപ്പിട്ട് നമ്മളെ വിട്ടിരിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കാനാണ്. പക്ഷേ അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കാണാൻ പോകണം നിൽക്കുന്ന വാതൊക്കെ വരെ ജനിച്ചത്. അപ്പം എനിക്ക് അതിന് ശേഷം ഉണ്ടാകുന്ന ഇമോഷണൽ സീൻസ് അവൾ പറയാൻ പോകുന്നതൊക്കെ കേൾക്കും. അപ്പം എന്തായാലും വേറൊരു ഹെഡ് കോൺസ്റ്റബിളിനെ അയച്ച് ഞാൻ മൊഴിയെടുത്തു. അപ്പോൾ അവൾ അപ്പോഴും പറഞ്ഞു, സാറിനോട് പറഞ്ഞേക്കണം, സാറിന് എന്നെ രക്ഷിക്കാൻ പറ്റിയില്ല, എൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്കൊന്നും ചെയ്യാനില്ല. അവരുടെ വീട്ടുകാരങ്ങനെ നിൽക്കുമ്പോൾ നിയമപരമായിട്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബലം പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? ബലം പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ പോയിട്ടുണ്ടായ അനുഭവം ഞാൻ ഇപ്പം തന്നെ പറയാം. അവള് 6-7 ദിവസം അവിടെ കിടന്ന് വല്ലാതെ കരഞ്ഞ് ദേഹം മുഴുവൻ ഇൻഫെക്ഷനായി. ഈ തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇതും വെന്തു പോകും. നമ്മൾ ഈ ആൾക്കാർ ഇവിടെയൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലൊരു നശിച്ച ദുർമരണം വേറെയില്ല. അവരുടെ എല്ലാ അവയവവും വെന്തു പോകും. പിന്നെ മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല, മലവിസർജനമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം എടുക്കാൻ പറ്റത്തില്ല. അത് അപ്പോഴെങ്കിലും മരിക്കുകയില്ല. ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്ന നിമിഷം വരെ
ഈ വേദനയിൽ അവർ ജീവിക്കും. 7 ദിവസം 8 ദിവസം അവിടെ കിടന്ന് ഇൻഫെക്ഷൻ അടിച്ചു. അവൾ അങ്ങനെയാണ് പോയത്. ഈ 8 ദിവസം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്വാസമില്ലാതായിപ്പോയി. അവിടെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു വലിയ സങ്കടം, കാക്കിയിടുന്നതിൽ എനിക്ക് വളരെ നിരർത്ഥകമാണെന്ന് തോന്നുന്ന ഒരു സംഭവം പോലെ ആയിപ്പോയി. സാർ എന്തുകൊണ്ടാണ് അപ്പോൾ കേസ് എടുക്കാതിരുന്നത്? കേസെടുക്കാതിരുന്നത് ആ 2 കൂട്ടർക്കും കേസ് വേണ്ട, എങ്ങനെയെങ്കിലും കുട്ടികളെ തിരിച്ചു കിട്ടിയാൽ മതി. ഇവരാരെങ്കിലും ഒരു മൊഴി തന്നാലല്ലേ കേസെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യ ദിവസം തന്നെ, കാണാതെ പോയ ദിവസം തന്നെ നിർബന്ധിച്ചു, നമുക്കൊരു കേസ് എടുത്തിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പെൺകുട്ടിയല്ലേ സാർ, അപ്പോൾ അവളെ പിന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് ഇനിയൊരു കല്യാണം നടക്കാതെ വന്നാലോ, അതുകൊണ്ട് അവനെ കൊണ്ടുവരട്ടെ, അവൻ കെട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അവനെ കേസിൽ പ്രതിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ കല്യാണം കഴിച്ചില്ലെങ്കിലോ. ഇങ്ങനെയൊക്കെ കുറച്ച് സംശയം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അവരെ നിർബന്ധിച്ച് കേസ് എടുപ്പിക്കാതിരുന്നത്. ഞാൻ സ്വല്പം നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചൊരു സംഭവം പറയാം. ഞാൻ ഓച്ചിറ ഉള്ളപ്പോഴാണ്, ഒരു ഉത്സവ സീസണാണ്. അപ്പോൾ ലോഡ്ജുകളിലൊക്കെ ഇടക്കിടക്ക് ഞങ്ങൾ റെഡി ചെയ്തു. അപ്പോൾ അങ്ങനെ ലോഡ്ജ് റെഡി ചെയ്തപ്പം ഒരു പെണ്ണിനെയും ചെക്കനെയും കൂടെ കൈ കെട്ടി. അപ്പം നാട്ടുകാർ ഒറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് പിടിച്ചിട്ടുണ്ടാവും. പെണ്ണ് കാണാൻ നല്ല അതിസുന്ദരിയായ ഒരു പെണ്ണ്, ചെക്കനൊരു നേരത്തെ പയ്യനാണ്, വലിയ ആ പെണ്ണിന് യോജിക്കാത്ത ഒരാൾ. അപ്പം ഞാൻ മനസ്സിലോർത്തു, ഈ പെൺകുട്ടി ഇയാളെ പ്രേമിച്ചോ, ഇനി വല്ല കുഴപ്പമുണ്ടോ? ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത് അവന് ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിലെ നേഴ്സാണ് ഈ പെൺകുട്ടി. അപ്പോൾ ആ നേഴ്സ് 1-2 ഡോക്ടർമാരും 2-3-4 നേഴ്സസുമാണ്. അതിൽ കാണാൻ കൊള്ളാവുന്ന ഈ പെണ്ണിനെ അവൻ കല്യാണം കഴിച്ചോളാമെന്നും പറഞ്ഞ് കറക്കിയെടുത്താണ്. എന്നിട്ട് പക്ഷേ ഇവൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവളെയും കൊണ്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നു. അപ്പോൾ അവൾക്ക് കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ ജോലി പോകും, വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമായതുകൊണ്ട് ഇവൻ്റെ കൂടെ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞു വിട്ടാൽ അവൾക്ക് ജോലിയില്ല. അതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻഡ് നേഴ്സ് അല്ല, അല്ലാതെ ഉള്ള നഴ്സുമാരുണ്ടല്ലോ, ഇപ്പോൾ BSc നഴ്സിങ്ങോ അല്ലെങ്കിൽ ജനറൽ നഴ്സിങ്ങോ പാസ്സായ കുട്ടിയൊന്നുമല്ല. പക്ഷെ അവൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, ഇഞ്ചക്ഷൻ കൊടുക്കാൻ അറിയാം, അതൊക്കെ ബൈ പ്രാക്ടീസ് അറിയാം. അവളെ അവിടെ കൊണ്ടുപോയി മറ്റു ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ ഇവളെയും കൊണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവരെ പിടിച്ചതിന് ശേഷം വിചാരിച്ചു കോടതിയിലേക്ക് ഒരു കേസ് എഴുതിയിട്ട് ഇവരെ അങ്ങോട്ടേക്ക് ഹാജരാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കേസ് എഴുതിക്കൊണ്ട് പോകുമ്പോൾ റൈറ്റർ എൻ്റെ മുമ്പിൽ വന്നു പറഞ്ഞു, സാറേ ഇത് നമുക്ക് കോടതി കൊടുത്തുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ വനിതാ പോലീസിനെ വരുത്തി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഈ പെൺകുട്ടി സൈഡിൽ ഇരിക്കുകയാണ്, തലേദിവസം പിടിച്ചല്ലേ. അപ്പോൾ അവള് പെട്ടെന്ന് എൻ്റെ കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു പെങ്ങളെ പോലെ കരുതണം, കോടതിയിലൊക്കെ കൊണ്ടുപോയി എന്നെ നാറ്റിക്കരുത്, അതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു പോകും, ദയവായിട്ട് അങ്ങനെ ചെയ്യരുത്. ഞാൻ അന്ന് ഇച്ചിരി എടുത്തിയാട്ടം ചെറുപ്പമൊക്കെ ആയതുകൊണ്ട് എന്നാൽ പിന്നെ ശരി, നീ എടാ എന്താ ഇവിടെ ഉദ്ദേശിക്കണം, രണ്ടിനെയും കൂടെ കോടതിയാക്കി, നീ ഒരു കാര്യം ചെയ്യും, അവളെ കല്യാണം കഴിക്കുമെങ്കിൽ വീട്ടുകാരോട് ആലോചിച്ചിട്ട് കെട്ടാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നേരിട്ട് അവനോടൊരു ചോദ്യം എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ, തനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ ആദ്യം എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബബ്ബാ നടക്കത്തില്ല, നീ തീർച്ച പറയണം കല്യാണം കഴിക്കോ ഇല്ലയെന്ന്, അതല്ലെങ്കിൽ അതിൻ്റെ നടപടിയുമുണ്ട്. അപ്പോൾ ഈ ഒറ്റ സെൻറ്റൻസ് ഞാൻ പറഞ്ഞു, നീ അവളെ പിന്നെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം വഴി കളഞ്ഞിട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നൊരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു കല്യാണം കഴിക്കാമെന്ന്. കല്യാണം 2 വീട്ടുകാരെ അറിയിച്ചു. അവർ വന്ന് ഓച്ചിറ അമ്പലത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നാട്ടുകാരെല്ലാവരും ഭയങ്കരമായിട്ട് സഹകരിച്ചു. ആ കടക്കാർ എല്ലാവരും, ടെക്സ്റ്റൈലുകാർ ഡ്രസ്സ് കൊടുത്തു, ആ സ്വർണ്ണക്കടക്കാർ താലി ഫ്രീ ആയിട്ട് കൊടുത്തു. അന്ന് ഓച്ചിറ അമ്പലത്തിലെ സദ്യ തന്നെ വളരെ ഗംഭീരമാക്കി നടത്തി, അടിപൊളി ഒരു കല്യാണം പെണ്ണ് നടത്തി. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ടു, ആ പെൺകുട്ടി പാവം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. ഒരു 6-7 മാസം കഴിഞ്ഞപ്പം വളരെ സങ്കടകരമായൊരു വാർത്ത, ഇവൻ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, അവൻ്റെ വീട്ടുകാർ ഉപദ്രവിച്ചു. അന്ന് ഈ പീഡന കേസുകളും അതൊന്നും ഇത്രയും എൻ്റെ അതിർത്തിയിലല്ല താമസം, കുറച്ച് ദൂരെയാണ്. അതൊന്നും വലിയ സംഭവമൊന്നും അല്ല, അതൊക്കെ വീടുകൾ ഇടി നടക്കുന്നതാണെന്നുള്ള രീതിയിലാണ്. ഈ സ്ത്രീകളുടെ ഇങ്ങനെയുള്ള സഹനത്തെ പറ്റിയൊന്നും ആൾക്കാർക്കൊന്നും അന്ന് വലിയ കാര്യമില്ല. അങ്ങനെ അവൾ അവസാനം അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടുകാരോട് പോലും പറയാതെ, ആരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ, സ്വന്തം വീട്ടുകാർക്ക് അവർക്ക് കഴിവില്ലാത്ത ആൾക്കാരാണ്, മറ്റവർക്ക് വേണ്ട, അവൻ ഉപേക്ഷിക്കുകയും ചെയ്തപ്പം അവൾ ആരോടും പറയാതെ ഡൽഹിക്ക് പോയിക്കളാം. ഞാൻ കുറേ കാലം അവിടെയൊക്കെ അന്വേഷിച്ച് നോക്കി, അവിടെ തിരിച്ചു വരുമോ, അവർക്ക് എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ചിന്ത ഉണ്ടല്ലോ. പെട്ടെന്ന് അറിയാതെ തോന്നിയ ഒരു പെൺകുട്ടിയോട്, ഒരു സഹോദരിയോട് തോന്നുന്ന പോലെ തോന്നിയ ഒരു വികാരമുണ്ടല്ലോ. എൻ്റെ ഒരു കൊച്ചുപെങ്ങള് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തോന്നിയ ഒരു കണക്ഷൻ നമുക്ക്. അപ്പോൾ അത് കൊണ്ട് ഞാൻ അവരെ വീണ്ടും തിരിച്ചെടുക്കാൻ നോക്കി. പക്ഷെ അവിടെ എവിടെയോ പോയി,
ഇപ്പം എവിടെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. മറ്റവനെ ഇപ്പോഴും അവിടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. അവൻ കൊല്ലം ജില്ലയിലുണ്ട്. ഞാൻ പലപ്പോഴും അന്വേഷിച്ചപ്പോഴൊക്കെ അവനവിടെയൊക്കെ തന്നെ ഉണ്ട്. കുറച്ച് തരികയുടെ പരിപാടിയൊക്കെ ആയിട്ട് ജീവിച്ചു വന്നു. അപ്പം ഈ പഴയ സംഭവത്തിലേക്ക് മുൻപ് നമ്മൾ ഇങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ട് രക്ഷപ്പെടാതെ പോയ സംഭവമുണ്ട്. വേറൊരെണ്ണത്തിനകത്ത് ഞങ്ങളുടെ അമ്പെ പരാജയപ്പെട്ടൊരു സംഭവം. ചെങ്ങന്നൂര് ഞാനുള്ളപ്പോൾ അവിടെ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അവർ ഇടയ്ക്ക് ഈ KSRTC സ്റ്റാൻഡിലും അവിടെ കരഞ്ഞു തിരിയുന്ന, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അവരുടെ ഒരു വശം മുഴുവൻ നല്ല മിടുക്കിയാണ്, അതിസുന്ദരി, മറുവശത്ത് ഏറ്റവും വൈകൃതം. അപ്പോൾ ഇതെങ്ങനെ വന്നെന്ന് അന്വേഷിച്ചപ്പം ഇവരിങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നതുകൊണ്ട് ഭർത്താവ് ഒരു ദിവസം തിളച്ച വെള്ളം ഒഴിച്ചതാണ്. അപ്പം മൊത്തം ഇവിടുത്തെ മസിൽ മുഴുവൻ കരിഞ്ഞ് ഇതെല്ലാം അങ്ങ് ചുളിഞ്ഞു പോയി. അതുകൊണ്ട് അവരെ ഒരു പ്രത്യേക പേരിൽ, ആ പേര് ഞാൻ ഇപ്പോൾ പറയാത്തത്, അത് പറഞ്ഞ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം, മാവേലിക്കര ചെങ്ങന്നൂരുള്ളവർക്കൊക്കെ അറിയാം. അവർക്കൊരു പിന്നെ അവരെ എറണാകുളത്ത് വെച്ചൊരു സംഭവം ഉണ്ടായി. ഗ്യാസ് സിലിണ്ടർ വെച്ചൊരു വാൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. ഞാൻ ചെല്ലുമ്പം ഈ ഗ്യാസ് കയറ്റിയ വണ്ടിയുടെ അകത്തിരുന്നിട്ട് ഈ ബോഡി, ശവശരീരം ഉരുകി ഒരു ഫുട്ബോൾ പോലെ ഇത്രയും ആയിപ്പോയി. കുറച്ച് മുടിയുണ്ട്, ബാക്കി മാംസം ഉരുകി. അതാണ് ഒരാൾ. രണ്ടാമത്തെ ആള് 80% പൊള്ളലേറ്റിട്ട് ആശുപത്രി കിടക്കാൻ. ഞാൻ അവിടെ ചെന്ന് ഇവരെ കണ്ട ഉടനെ ഞാൻ പറഞ്ഞില്ല, 8-10 ദിവസം കഴിയും ഇങ്ങനെ പൊള്ളലേറ്റ് കിടന്നാൽ. ഇവര് മൊത്തം കരിഞ്ഞു കിടക്കാൻ. ഇപ്പൊ ഡ്രസ്സൊന്നും ഇല്ല, ഒരു ചെറിയ തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഈ ഈച്ചയൊക്കെ വരാതിരിക്കാനുള്ള സാധനം എന്തൊക്കെയോ മരുന്ന് പുരട്ടിയിട്ട്. എന്നെ കണ്ടോണ്ട് അവർ എൻ്റെ പേര് വിളിച്ചു, സുജേക്കബ് സാറേ. എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു ആരാ, എന്താ, എന്നെ എങ്ങനെ അറിയാം? അപ്പൊ അവരെ ആ പേര് പറഞ്ഞു, അവരെ വിളിക്കുന്ന പേര് ഞാൻ തിരിച്ചറിഞ്ഞു. അവരെന്നോടൊരു ചെറിയ കാര്യം ആവശ്യപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഇടക്കിടക്കിടക്ക് മതിക്കുന്ന സംഭവങ്ങളാണ്. ഈ മരിക്കാൻ പോകുന്ന ആ സ്ത്രീക്ക് ഏറ്റവും അവസാനം വേണ്ടിയിരുന്നത് അവരുടെ മകനെ ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു. ഞാൻ ആകുന്നത് ശ്രമിച്ചിട്ട് അവൻ അങ്ങോട്ടേക്ക് വന്നില്ല. അവരുടെ ഏറ്റവും അവസാനത്തെ ശ്വാസം വരെ അവരെന്നോട് ആവശ്യപ്പെട്ടത് ഈ മകനെ കാണാൻ. ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഈ 7-8 ദിവസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിൽ നിന്ന് പോകുമ്പോൾ അവിടെ ചെന്നേ പറ്റുള്ളൂ. ഈ സ്ത്രീ അവിടെ കിടക്കുന്നതുകൊണ്ട് ചെന്ന് വിവരം അറിയാൻ ചെല്ലുകയും എൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്ത് അവരെന്നെ വിളിക്കും, വാ സാറേ എന്ന്. എൻ്റെ മകൻ എന്തേലും ചോദിക്കും. എനിക്ക് ഈ മകനെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ ഇങ്ങനെ ചെകുത്താനും കടലിലും നടുക്ക്. എത്രയും മോശപ്പെട്ട സ്ത്രീ ആണെങ്കിലും ശരി, അവരുടെ ഒരു മകനെയാണ് അവർക്ക് കാണാൻ വിളിക്കണം. അവരിങ്ങനെ ഉണ്ടാക്കുന്ന പണം കൊണ്ടാണെങ്കിൽ അവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കാണും. അവർ അവസാന നിമിഷത്തിലൊന്ന് മരിക്കുന്നതിന് തൊട്ടുമ്പോൾ കാണാൻ നോക്കിയിട്ട് സംഭവിച്ചില്ല. അപ്പം ജീവിതത്തിൽ ഞങ്ങൾ തോറ്റുപോയ ചില കഥകൾ, ചില സംഭവങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. അതാണിപ്പോൾ പറഞ്ഞത്. സാറേ, ആ മോനെ കാണണമെന്ന് അമ്മ പറഞ്ഞപ്പോഴേ സാറിന് കുറച്ചും കൂടെ ഒന്ന് നിർബന്ധിച്ച് ആ മോനെ അമ്മയെടുത്ത് കൊണ്ടുവന്നുകൂടായിരുന്നു. അതിന്റെ എല്ലാ വൈകാരിക വശവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അവന്റെ വീട് ചെങ്ങന്നൂർ അടുത്തൊരു പ്രദേശത്താണ്. കൂടുതൽ പറഞ്ഞാൽ അവനെ ആൾക്കാർ തിരിച്ചറിയും. അതിപ്പോൾ ഈ കാര്യമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അവന്റെ വീടിനടുത്തുള്ള ഒരു പോലീസുകാരനെ വിട്ട്, എനിക്ക് പരിചയമുള്ള ആളെ വിട്ടിട്ട് ഞാൻ അവനോട് ഒരു 4-5 ദിവസം അയാളോട് സംസാരിപ്പിച്ചു. എൻ്റെ ബന്ധുക്കളെ കൊണ്ട് പറയിപ്പിച്ചു. ഞാൻ നേരിട്ട് പറഞ്ഞു, എനിക്കറിയാവുന്ന മുഴുവൻ ടെക്നിക്കുകൾ ഞാൻ അവൻ്റെ അടുത്ത് താഴ്ന്നു വീണും പിന്നെ അല്ലാതെ കുറച്ച് ഗൗരവമായിട്ട് പറഞ്ഞു ഒക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. എങ്ങനെയെങ്കിലും എനിക്ക് അവര് ഈ എല്ലാവരും മനുഷ്യരാണല്ലോ, അപ്പോൾ മനുഷ്യർ പല വിധമാണ്. അവർക്ക് ജീവിക്കാൻ അവരൊരു പക്ഷേ കണ്ടെടുത്ത ഒരു മാർഗം അതായിരിക്കാം, ഭർത്താവ് പൊള്ളിച്ചതിന് ശേഷം. അതിന് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ജീവിയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം തൂക്കിക്കൊല്ലുമ്പോൾ പോലും ചോദിക്കാറുണ്ട്. എനിക്ക് ആ മകനോട് പിന്നെ അവൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരി, അവന് പ്രത്യേക ഒരു ശരി കാണും. പക്ഷെ എത്ര ശരിയാണെങ്കിലും ശരി, ജന്മം കൊടുത്ത അമ്മ ഏറ്റവും അവസാനം ഒരു നിമിഷം ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വരാതിരുന്ന തെറ്റാണ്. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി, പക്ഷെ ഫലിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയ കഥകളുടെ കൂട്ടത്തിൽ ആ കഥ ഉൾപ്പെടുത്തിയത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ഓഫീസർ എന്ന നിലയിൽ ഞാൻ തോറ്റുപോയി. ആ കഥയാണ് ഞാൻ പറഞ്ഞത്.